ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും മരണനിരക്ക് വർദ്ധിക്കുകയാണ്. വിവിധ ജില്ലകളിലായി 111 പേർ ഇതിനകം മരിച്ചു. മരണനിരക്ക് ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. പ്രയാഗ്രാജ് ജില്ലയിലാണ് കൂടുതൽ പേർ മരണപ്പെട്ടത്. പ്രയാഗ്രാജിൽ മാത്രം 21 പേർ മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ദിലീപ് കുറ്റിച്ചൽ വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ്. ദിലീപ്, എത്രത്തോളം വലിയ പ്രകൃതിക്ഷോഭമാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? 111 പേർ മരിച്ചുവെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഇപ്പോഴും കനത്ത മഴയും കാറ്റും അവിടെ തുടരുകയാണ്. ഗൗതം, നിലവിലും കനത്ത മഴയാണ് ഇപ്പോഴും ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് നടക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ കനത്ത മഴ ആരംഭിച്ചത്. ഏകദേശം 2 ദിവസം പിന്നിട്ട് 3 ദിവസം എത്തിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലും ശക്തമായ ഇടിമിന്നലും കാറ്റും മഴയുമാണ് ഈ സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടാകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 111 പേരാണ് മരണപ്പെട്ടത്. ഇതിൻ്റെ മരണനിരക്ക് കൂടാം എന്നടക്കമുള്ള കാര്യം തന്നെയാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് പ്രയാഗ്രാജ് ജില്ലയിലാണ്. പ്രയാഗ്രാജിൽ ഏകദേശം 21 പേർ മരിച്ചു എന്നാണ് നിലവിലത്തെ റിപ്പോർട്ട് വഴി നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. അതേസമയം കനത്ത മഴ, അതായത് ഏറ്റവും കൂടുതൽ മഴയുണ്ടായത് പകൽ സമയത്താണ്. പകൽ സമയത്ത് ശക്തമായ മഴയെ തുടർന്ന് ഒട്ടനവധി പേർ മരത്തിന് കീഴിലും അതോടൊപ്പം തന്നെ മറ്റു കെട്ടിടങ്ങളിൽ പോയി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് മരം മുറിഞ്ഞു വീണും അതുപോലെ തന്നെ മരം കടപ്പുഴുകി വീണും അതോടൊപ്പം തന്നെ കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ മതിലുകൾ ഇടിഞ്ഞു വീണുമാണ് ഒട്ടനവധി പേർ മരണപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിൽ ഇനി വരുന്ന 2 ദിവസം ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഒട്ടനവധി കൺട്രോൾ റൂമുകളും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ തൽക്കാലത്തേക്ക് ആരും തന്നെ പുറത്തിറങ്ങേണ്ട ഒരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടങ്ങൾ നൽകിയിട്ടുണ്ട്. ഗൗതം, ഓക്കെ. ഉത്തർപ്രദേശിൽ കനത്ത മഴയും കാറ്റും തുടരുന്നുണ്ട്. 111 പേർ മരിച്ചിരിക്കുന്നു. പ്രയാഗ്രാജ് ജില്ലയിലാണ് ഏറ്റവും അധികം മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദിലീപാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.